Welcome guys, welcome to next session of National Income Accounting. We are on the 5th sessions. In the earlier sessions we have been discussing what all things we have been discussing. We have been discussing final good, intermediate good, then we try to quantify the total number of outputs produced in an economy, and we try to do it in a circular flow. We have talked about expenditure method, income method and product method, and drawing by a circular diagram. Then we discussed about what product method, how we calculate gross value added using product method. Then we, in the last session specifically, we discussed about inventories, change in inventories, accumulation, decumulation and etc. And in this session we will be introducing some important topic like GDP, and we will also be looking into the expenditure method and so on. So the gross value added. So the gross value added എന്ന് പറയുമ്പോൾ ഒരു ഗുഡിന് എത്ര വാല്യൂ ആ ഗ്രോസ് എത്ര വാല്യൂ ആഡ് ചെയ്തു എന്നുള്ളതാണ്. അതായത് നമ്മൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ, അതിൻ്റെ ക്വാണ്ടിറ്റി ടോട്ടൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രം എക്സാമ്പിൾ നമ്മൾ വീറ്റിൻ്റെ എക്സാമ്പിൾ എടുത്തു, അല്ലെങ്കിൽ നേരത്തെ കേസിൽ ബേക്കറിൻ്റെ ബ്രെഡിൻ്റെ എക്സാമ്പിൾ എടുത്തിരുന്നു. 200 രൂപയ്ക്ക് ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്തു, 50 രൂപ വീറ്റ് വാങ്ങിയതായിരുന്നു, അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് 150 ആണ്. Putting it this in a formal definition, the gross value added, which we are representing it as GVA, not that GVA is gross value added, the gross value of output 200 എന്ന ഗ്രോസ് നമ്മുടെ ബ്രെഡിൻ്റെ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഇൻ്റർമീഡിയറ്റ് ഗുഡായ വീട്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചു, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? gross value added കിട്ടി. So gross value of output minus intermediate goods will give us gross value added. So ഈ gross value added, ഈ gross value of output നമ്മളൊന്ന് മാറ്റി എഴുതുകയാണ്. gross value of output എന്താണ്? value of sales of a firm plus value of change in inventories. സംശയം ഉണ്ടോ? in that let's look by example. നമ്മൾ ഒരു നേരത്തെ ഷർട്ടിൻ്റെ എക്സാമ്പിൾ എടുത്താൽ 1000 ഷർട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഈ 1000 ഷർട്ട് എന്താണ്? ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ്. ഈ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ്. അല്ലെങ്കിൽ 1000 ഷർട്ട്സ് അല്ലെങ്കിൽ 1000 rupees വർത്ത് ഷർട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ്. അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 800 നമ്മൾ സെയിൽ ചെയ്തു, 200 വിൽക്കാതെ പോയി, അപ്പോൾ 200 നമ്മുടെ ഇൻവെൻട്രി ആണ്, 800 നമ്മുടെ സെയിൽസ് ആണ്. അപ്പോൾ ഈ സെയിൽസ് പ്ലസ് ഇൻവെൻട്രി എന്ത് കിട്ടും? നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മൾ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്തത് എത്രയാണെന്നും എത്ര വിറ്റു എന്നും എത്ര ബാക്കിയുണ്ട് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് അത്ര ഔട്ട്പുട്ട് കിട്ടും. സോ വി ജസ്റ്റ് ഇതിനെ നമ്മളൊന്ന് മാറ്റി എഴുതി എത്രയേ ഉള്ളൂ? GVA is equal to value of sales of a firm plus value of change in inventories. ഇൻവെൻട്രീസിൽ ഉണ്ടായ മാറ്റം. ഈ എക്സാമ്പിളിൽ ഇൻവെൻട്രി 200 ആയി, അപ്പോൾ ചിലപ്പോൾ അത് കുറയാം കൂടാം. സോ പുട്ടിങ് ഇറ്റ് ഇൻ ഫോർമൽ ഡെഫിനിഷൻസ്, വാല്യൂ ഓഫ് സെയിൽസ് ഓഫ് എ ഫേം പ്ലസ് വാല്യൂ ഓഫ് ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് മൈനസ് വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഇതേ വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഇതിനെ ഈ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിനെ ഈ 1000നെ 800 200 ബ്രേക്ക് ചെയ്ത് എഴുതിയതുപോലെ വാല്യൂ ഓഫ് സെയിൽസ് ഇവിടെ 800 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ചേഞ്ച് ഇൻ ഇൻവെൻട്രീസ് 200. അപ്പോൾ ഈ 800 + 200 നമുക്ക് 1000 കിട്ടും. സോ GVA is equal to value of sales plus value of change in inventories minus value of intermediate goods used. It is worth noting that the sales of a firm not only include to domestic players, it can also be foreign buyers also. നമ്മൾ ഒരു ഫേമിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആ രാജ്യത്തുള്ള ആളുകൾ മാത്രമായിരിക്കില്ല, വിദേശത്തു നിന്നുള്ള ആളുകളും അത് വാങ്ങും. സോ ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ഇസ് നോൺ എസ് എക്സ്പോർട്ട്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വിദേശത്തുള്ള അമേരിക്കൻ കമ്പനി വന്ന് അമേരിക്കയിലുള്ള ആളുകൾ വന്ന് ഇന്ത്യൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ആ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണ് അമേരിക്കയിലേക്ക്. സോ നമ്മുടെ ആ പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് നോട്ട് ഓൺലി വിത്ത് ഇന്ത്യ, ഇറ്റ് ക്യാൻ ഓൾസോ ബി ഓൺ അബ്രോഡ് ഓൾസോ. ആ നമ്മുടെ പ്രൊഡക്റ്റ് അബ്രോഡിലുള്ള ആളുകളും നമ്മളെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടാവും. സോ ഇതെന്താണ്? ഒരു ഫ്ലോ വേരിയബിളാണ് ഈ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുമ്പോൾ. ഒരു ഫ്ലോ വേരിയബിളാണ്, കാരണം നമ്മളിത് ഒരു ഇയറിൻ്റെ ടേംസിലാണ്, നമ്മൾ പൊതുവെ ഒരു യൂണിറ്റ് ടൈമിലാണ് പറയുക ഈ വർഷത്തെ ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഗ്രോസ് വാല്യൂ, ആ രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ ഗ്രോസ് വാല്യൂ ആഡഡ് GVA നമ്മൾ പറയുമ്പോൾ നമ്മളൊരു ഐ ചേർത്താ പറയുക. ഒരു ഐ എന്ന് പറയുമ്പോൾ
ഒരു ഫേമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഫേമിനെ നമ്മൾ എഫ് എന്ന് വിളിച്ച് ഇപ്പോൾ F1 ഉണ്ട്, F2 ഉണ്ട്, രണ്ടാമത്തെ ഫേം, മൂന്നാമത്തെ ഫേം, അങ്ങനെ F3, അങ്ങനെ ഒരുപാട് ഫേം ഉണ്ടെങ്കിൽ ഈ F1ൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് GVA1 ആണ്. പിന്നെ പ്ലസ് അതിന് GVA2 ആണ്. എന്തിൻ്റെത്? GVA2 ആയിരിക്കും ഈ സെക്കൻഡിൻ്റെത്. തേർഡിൻ്റെത് ഗ്രോസ് വാല്യൂ ആഡഡ് ബൈ തേർഡ് ഫേം എന്നുള്ള അർത്ഥമായിരിക്കും. അപ്പോൾ ഈ 1, 2, 3നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഐ എന്ന് പറയുമ്പോൾ ഐത്ത് ഫേം അല്ലെങ്കിൽ മൂന്നാമത്തെ ഫേം, നാലാമത്തെ ഫേം എന്നുള്ള അർത്ഥത്തിലാണ് ഈ GVA എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ GVA മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ഈ GVAയുടെ ഈ അഡീഷൻ ഉണ്ടല്ലോ, GVA1 പ്ലസ് നമ്മൾ ഇവിടെ ഈ 3 GVA ആഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഗ്രോസ് വാല്യൂ ആഡർ ഓഫ് ഈ 3 ഫേമിൻ്റെ GVA1 പ്ലസ് GVA2 പ്ലസ് GVA3 ഇങ്ങനല്ലേ? ഈ 3 ഫേമിൻ്റെ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ വേണം നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. സിഗ്മ I is equal to 1 to 3 GVA. See, x1 plus x2 x3 ആണെങ്കിൽ സിഗ്മ I is equal to 1 to 3 xi എന്നിട്ടാൽ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? നമ്മൾ ith ടേമിൻ്റെ ഈ ഒരു അഡിഷൻ ഇങ്ങനെ ഈ സമ്മേഷൻ മൊത്തത്തിൽ ഇങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ഇത് ഉപകാരം വരിക എപ്പോഴാണെന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ഒരു GVA 1000 ഉണ്ട്. GVA 1000 ഉണ്ടെങ്കിൽ നമ്മളതിങ്ങനെ എഴുതി പോകേണ്ട ആവശ്യമില്ല. ഈ I is equal to 1 ഈ 1000 അങ്ങ് ആക്കി കൊടുത്താൽ ഈ GVA1 to 1000നെ നമുക്ക് എന്താക്കാൻ പറ്റും? ഈ ഒരൊറ്റ ഫോർമുലയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതങ്ങനെ പോയി x1000 ഉണ്ടെങ്കിൽ ഈ x1000 എന്ന് പറയുന്ന 1000 എന്നുള്ള അർത്ഥമല്ല, 1000ാമത്തെ ഫേമിൻ്റെ വാല്യൂ, 1000ാമത്തെ 1000 900 500ാമത്തെ ഫേം ആഡ് ചെയ്യുന്ന വാല്യൂ. ഈ 500ാമത്തെ ഫേം ചിലപ്പോൾ ഒരു സോപ്പ് കമ്പനി ആവാം, ഇത് ബിസ്ക്കറ്റ് കമ്പനി ആവാം. ബിസ്ക്കറ്റ് കമ്പനി വന്നു, പിന്നെ മറ്റേ കടല ഉണ്ടാക്കുന്ന കമ്പനി വന്നു, മുട്ടായി ഉണ്ടാക്കുന്ന കമ്പനി വന്നു. അങ്ങനെ ഈ 1000ാമത്തെ ഫേം ചിലപ്പം ഒരു ബിസ്ക്കറ്റ് കമ്പനി ആവാം, ഒരു സോപ്പ് കമ്പനി ആവാം. അങ്ങനെ ഒരു കമ്പനി, ഒരു ഫേം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ആ ഫേമിൻ്റെ എല്ലാം ഗ്രോസ് വാല്യൂ ആഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഗ്രോസ് വാല്യൂ ഇങ്ങനെ ഓരോ ഫേമിന് എത്ര ഫേം ഉണ്ടോ അത്രയും ഫേമിൻ്റെ ഗ്രോസ് വാല്യൂ നമുക്ക്. അപ്പോൾ ഒരു എക്കണോമിയിൽ n ഫേം ഉണ്ടെങ്കിൽ, n ഫേം എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, n എന്ന് പറയുന്ന നമ്പർ ഒരു ഫൈനൈറ്റ് നമ്പറാണ്. അത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കോടിക്കണക്കിന് ഫേംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫേംസ് ഉണ്ടാവും. അപ്പോൾ അതിനെയല്ല നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ I is equal to 1 to n എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മൊത്തം ഫേമിന് എണ്ണാണ് GVN. അപ്പോൾ അതിന് GVAI എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താൽ മൊത്തം ഫേമിൻ്റെ ഗ്രോസ് വാല്യൂ ആഡഡ് നമുക്ക് ഇങ്ങനെ, അതായത് ഇപ്പോൾ ഈ x1 x2 x1 plus x2 plus x3 അങ്ങനെ xn വരെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ I is equal to 1 to n xi എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിങ്ങനെ കൂട്ടി പോകാൻ പറ്റും. സിമ്പിൾ. കാരണം ഇത് ഓരോ വാല്യൂ ആണ്. ഈ വാല്യൂ ഇത് ചിലപ്പോൾ 1000 ആവാം, 2000 ആവാം, അങ്ങനെ ഏത് വാല്യൂ ആവാം, ഏത് ഫേം ആവാം. ആ ഫേം ആഡ് ചെയ്യുന്ന വാല്യൂ ജസ്റ്റ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ GVAI. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഈ ഗ്രോസ് വാല്യൂവിനെ സമ്മേഷൻ ഓഫ് ഈ ഗ്രോസ് വാല്യൂ ഉണ്ടല്ലോ, ഈ ഗ്രോസ് വാല്യൂ മൊത്തത്തിലുള്ള ഒരു ഫേമിൻ്റെ ഗ്രോസ് വാല്യൂ നമ്മൾ മൊത്തത്തിലുള്ള ഫേം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള എല്ലാ ഫേംസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വാല്യൂ ഒരു എക്കണോമിയിൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? GDP എന്ന് വിളിക്കുക. സോ GDP എന്ന് പറയുന്നത് ഒരു അഗ്രിഗേറ്റ് ഓഫ് GVAI എന്നാണ്. ഓരോ ഫേമും, എല്ലാ ഇൻഡിവിജ്വൽ ഫേംസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ നമ്മൾ സമ്മപ്പ് ചെയ്യാണ് ഓരോ എക്കണോമിയിലും. അപ്പോൾ ഒരു കമ്പനി ഇത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അടുത്ത കമ്പനി ഇത്ര, അങ്ങനെ n ഫേംസ് ഉണ്ട്. ആ n ഫേംസിൻ്റെയും കോൺട്രിബ്യൂഷൻ നമ്മൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് GDP എന്ന് പറയുന്നത്. Okay guys, we are looking into the formal definition of GDP. GDP is the value of aggregate amount of goods and services produced by the economy. Aggregate, അതായത് total goods and service produced in the economy. So ഈ GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക് എന്താണ് ഈ ഡൊമസ്റ്റിക് എന്ന് വെച്ചാൽ? ഡൊമസ്റ്റിക് എന്നതുകൊണ്ട്
അവർ ഒരു ടെറിട്ടറി, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഇന്ത്യൻ്റെ മാപ്പ് ഇങ്ങനെയൊന്നല്ല, തൽക്കാലം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക്, അപ്പോൾ ഇന്ത്യൻ ടെറിട്ടറീൻ്റെ ഉള്ളിൽ വരുന്ന എന്നുള്ള ഒരർത്ഥമായിരിക്കും. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് ആ ഒരു ടെറിട്ടറിയൽ കോൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടെറിട്ടറീൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ഇപ്പോൾ സാംസങ്ങോ ഹുണ്ടായോ, ഒരു കൊറിയൻ കമ്പനിയായ സാംസങ്ങോ ഹുണ്ടായോ എല്ലാം ഇവിടെ വന്ന് അവർ കാർ ഉണ്ടാക്കിയാലും മൊബൈൽ ഉണ്ടാക്കിയാൽ പോലും അതും നമ്മുടെ GDP-യിൽ ആഡ് ചെയ്യും. കാരണം അത് ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ഗ്രോസ് ഡൊമസ്റ്റിക് ആണ്, അത് ഇന്ത്യയിലുള്ള ഒരു ഫേമാണ് ഒരു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതുപോലെ ഇന്ത്യയുടെ പുറത്തുള്ള കുറച്ച് സംഗതികൾ, ഫോർ എക്സാമ്പിൾ എംബസി എല്ലാം, ഇന്ത്യൻ എംബസി എവിടെയുണ്ട്? ഇന്ത്യൻ എംബസി ഒരുവിധ രാജ്യത്തിലുണ്ട്. ഇന്ത്യൻ എംബസി UAE-യിൽ ഉണ്ടാവും, അമേരിക്കയിലെല്ലാം ഉണ്ട്. ആ എംബസിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസും നമ്മളെ GDP-യിൽ ആഡ് ചെയ്യും. സോ ഈ എംബസി, കോൺസുലേറ്റ് എല്ലാം അത് GDP-യുടെ ഒരു വൈഡർ അർത്ഥമാണ്. സോ ഇൻ ദിസ് കമ്മിങ് സെക്ഷൻ ഇറ്റ്സെൽഫ് നമ്മൾ GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റും എല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ കോൺസെപ്റ്റിൽ ഊന്നിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം, അത് ഈ ടെറിട്ടോറിയൽ ഈ കോൺസെപ്റ്റിലേക്ക്. സോ റൈറ്റ് നൗ ഈ ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോറിൻ കമ്പനി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് ഇന്ത്യയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ GDP-യിൽ ആഡ് ചെയ്യും. അതുപോലെ ഇന്ത്യയുടെ തന്നെ എംബസികളും കോൺസുലേറ്റുകളെല്ലാം വിദേശ രാജ്യത്തുണ്ട്, അതും നമ്മളെ ഈ GDP-യിൽ ആഡ് ചെയ്യും. സോ വാല്യൂ ഓഫ് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ഇൻ ദ എക്കണോമി, അതിനെ നമ്മളൊരു ഫോർമൽ ഡെഫിനിഷനിലേക്ക് മാറ്റാൻ GDP is equal to ഇതേ വൺസ് അഗെയിൻ ഐഡന്റിറ്റി ആണ്, ഈക്വാലിറ്റി അല്ല, ഐഡന്റിറ്റി ആണ്. സം ടോട്ടൽ ഓഫ് ഗ്രോസ് വാല്യൂ ആഡഡ് ബൈ ഓൾ ഫോംസ് ഇൻ ദ എക്കണോമി, എല്ലാ ഫോംസും കൂടി ഇന്ത്യൻ ഗ്രോസ് വാല്യൂ ആഡഡ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഫോർമൽ ഡെഫിനിഷനിലേക്ക് മാറ്റുകയാണ്. GVC 1:1 GVAI. അപ്പോൾ ഈ രീതിയിലേക്ക് മാറ്റി എഴുതുന്നതിലൂടെ നമുക്ക് എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു എല്ലാ ജസ്റ്റ് ഒരു എക്കണോമിയിൽ. അപ്പോൾ ഈ എക്കണോമി എന്ന് പറയുമ്പോൾ ടെറിട്ടോറിയൽ ബൈ ദ എക്കണോമി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ എക്കണോമിയാണ് നമ്മൾ ഇന്ത്യൻ കോൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ അമേരിക്കയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗുഡ്സ് നമ്മൾ തൽക്കാലം ഈ ഡൊമസ്റ്റിക്കിൽ ഇൻക്ലൂഡ് അല്ല, ഒരു ടെറിട്ടോറിയൽ കോൺസെപ്റ്റ് എന്നുള്ളത് ഈ ബൈ ദ എക്കണോമി എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യൻ എക്കണോമി എന്നുള്ള അപ്പോൾ ഇന്ത്യൻ എക്കണോമി, ഈ എംബസികളും കോൺസുലേറ്റ് എല്ലാം ഇന്ത്യൻ എക്കണോമിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. സോ വാല്യൂ ഓഫ് അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ economy is known as gross domestic product or GDP. So the next thing we'll look into what is expenditure method. So we have discussed product method, the gross value added in the economy. നമ്മൾ സെയിം ഫാമർ ബേക്കർ എക്സാമ്പിളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഫോർ യുവർ നിങ്ങൾ തിരിച്ച് ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടി ഞാൻ പിന്നെ ഈ ടേബിൾ ഡ്രോ ചെയ്തതാണ്. ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് 100 ആണ്. ഫാമർ 100 വാല്യൂ വർത്തിൻ്റെ വീറ്റ് ഉണ്ടാക്കുന്നു. ആ വീറ്റിൽ 50 രൂപയുടെ വീറ്റ് ബേക്കറിന് കൊടുക്കുന്നു. ബേക്കർ എന്നിട്ട് ഉണ്ടാക്കുന്നു ബ്രെഡ് ഉണ്ടാക്കുന്നു. ഇതായിരുന്നു നമ്മുടെ സിനാരിയോ. സോ ഇവിടെ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ ആരാ നടത്തുന്നത്? അതായത് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഈ കൺസ്യൂമേഴ്സ് ആണ് എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. നമ്മുടെ സർക്കുലർ ഡയഗ്രത്തിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ഫേമിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ കൺസ്യൂമേഴ്സ് ആണ് എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. സോ ആ ഒരു എക്സ്പെൻഡിച്ചർ എത്ര എക്സ്പെൻഡിച്ചർ കിട്ടി, കൺസ്യൂമറിൻ്റെ ഭാഗത്ത് നിന്ന് എത്ര എക്സ്പെൻഡിച്ചർ ഉണ്ടായി എന്നത് ഫേമിന് എത്ര എക്സ്പെൻഡിച്ചർ കിട്ടി എന്നതിന് തുല്യമായിരിക്കുമല്ലോ. സോ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ എക്സ്പെൻഡിച്ചർ മെയ്ഡ് ബൈ കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇതിൽ ഫൈനൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറാണ്. ഇപ്പോൾ ഈ ഫാമറിൻ്റെ 100 രൂപയുടെ ഫാമർ ഇത് പ്രൊഡ്യൂസ് ചെയ്തു, ആര് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ 50 രൂപ ആർക്ക് കൊടുത്തു? ബേക്കറിന് കൊടുത്തു. ബാക്കി 50 രൂപ അത് കൺസ്യൂമേഴ്സിന് വിറ്റു. ഈ ബേക്കറിന് കൊടുത്ത 50 എന്താണ്? ഇന്റർമീഡിയറ്റ് ഗുഡാണ്. അപ്പോൾ ബേക്കറിന് കൊടുത്ത 50 ഇന്റർമീഡിയറ്റ് ഗുഡാണ്. ബാക്കി 50 പിന്നെയും എന്തുണ്ട്? ഫാമറിന് കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നിന്ന് എക്സ്പെൻഡിച്ചറായി കിട്ടിയിട്ടുണ്ട്. ബേക്കറിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 200 രൂപ ബ്രെഡ് വിറ്റ വകയിൽ ബേക്കറിന് എക്സ്പെൻഡിച്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ടോട്ടൽ ഫൈനൽ എക്സ്പെൻഡിച്ചർ റിസീവ്ഡ് ആണ്. അപ്പോൾ ഇതിൽ എക്സ്പെൻഡിച്ചറിന് എന്ത് ഇതിന് എന്താണ് അതിൻ്റെ ആൻസർ? അപ്പോൾ ബേക്കറിന് 200 രൂപ കിട്ടി. എക്സ്പെൻഡിച്ചർ
received by baker plus ഈ 50 ആർക്ക് ഫാമറിന് കിട്ടിയ എക്സ്പെൻഡിച്ചർ received by farmer received by baker. അപ്പോൾ ഇവിടെ ബേക്കർ ഒരു എക്സ്പെൻഡിച്ചർ നടത്തുന്നുണ്ട് ആരുടെ അടുത്ത് ഫാമിന് ഈ ബേക്കർ 50 രൂപ ഫാമറിന് കൊടുക്കുന്നുണ്ടല്ലോ പക്ഷെ ആ എക്സ്പെൻഡിച്ചർ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യില്ല സോ ഇന്റർമീഡിയറ്റ് ഗുഡിന്റെ എക്സ്പെൻഡിച്ചർ we don't calculate so never think that ഈ 50 ബേക്കറി നടത്തിയ 50 എന്ന എക്സ്പെൻഡിച്ചറും ഈ 200 ബ്രെഡ് വിറ്റിട്ട് കിട്ടിയ കൺസ്യൂമേഴ്സ് നടത്തിയ എക്സ്പെൻഡിച്ചർ അങ്ങനെയല്ല ഈ 50 ഫാമറിന്റെ റെസ്റ്റ് 50 ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡിന്റെ എക്സ്പെൻഡിച്ചേഴ്സ് ഇന്റർമീഡിയറ്റ് ഗുഡിന്റെ പുറത്ത് നടത്തിയ എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല സോ നമ്മൾ ഈ ഫൈനൽ ഇതിൽ നമുക്ക് എന്ത് കിട്ടി 250 തന്നെ നമ്മുടെ എന്തായി ഇതായിട്ട് നമുക്ക് കിട്ടി earlier സെഷനിൽ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഗ്രോസ് വാല്യൂ ആഡ് 250 ആയിരുന്നു എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെയും ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന്റെ വാല്യൂ നമ്മൾ ടോട്ടലായിട്ട് സം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴും 250 ആണ് സോ വി ഹാവ് ഗോട്ട് ദ സെയിം ആൻസർ ഇൻ കാൽക്കുലേറ്റിംഗ് ത്രൂ പ്രോഡക്റ്റ് മെത്തേഡ് ആൻഡ് expenditure method and keep in mind that in expenditure method we don't calculate the expenses made on intermediate goods so we are trying to formalize the expenditure method we discussed so നമ്മൾ expenditure method അതിൽ ഒരു ഫേംസിന് റിസീവ് ചെയ്യുന്ന expenditure method എന്ന രീതിയിൽ 200 plus 50 250 നമുക്ക് കിട്ടി സോ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നതിന് ഏതെല്ലാം രീതിയിൽ ഇനി എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവാം ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു ഇതിന് ഏതെല്ലാം രീതിയിൽ എക്സ്പെൻഡിച്ചർ റവന്യൂ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ കെച്ചപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ബിസ്ക്കറ്റ് വാങ്ങുന്നതിലൂടെ നമുക്ക് ആ ബിസ്ക്കറ്റ് മേൽ ആളുകൾ നടത്തുന്ന ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാകുന്നുണ്ടല്ലോ അതിലൂടെ നമുക്ക് കിട്ടുന്ന റവന്യൂ അതിനെയാണ് നമ്മൾ CI എന്ന് വിളിക്കുന്നത് CI the final consumption on expenditure on goods and services final consumption പിന്നെ അടുത്തത് the final investment expenditure അതായത് നമ്മൾ മെഷീൻസ് വാങ്ങുന്നു അല്ലെങ്കിൽ എന്താ അതുപോലെ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഇൻവെന്ററീസിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്തി അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എന്താണ് I എന്നുകൊണ്ട് നോട്ട് ചെയ്യുന്നു I എന്ന് പറയുന്നത് ഒരു ഫേമിന് ഉണ്ടാകുന്നത് കൊണ്ടാണ് I എന്ന് നോട്ട് ചെയ്യുന്നത് I എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്നു C എന്ന് പറയുമ്പോൾ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഈ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സും നമ്മൾ ഒരു തരം ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ കാരണം അത് നമുക്ക് കെച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ടൊമാറ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കെച്ചപ്പ് ഉണ്ടാകുന്നു ബട്ട് അത് നമ്മൾ കൗണ്ട് ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ എക്സ്പെൻഡിച്ചർ കൗണ്ട് ചെയ്താൽ ഓൾറെഡി അത് പിന്നെ കെച്ചപ്പ് ഒരു ഫൈനൽ ഗുഡ് ആകുമ്പോൾ അതിന്റെ മേഖലയിൽ ഉണ്ടാവുന്ന ഒരു എക്സ്പെൻഡിച്ചറും കൂടി അവിടെ ഉണ്ടാവും സോ ഡബിൾ കൗണ്ടിങ് ഉണ്ടാവുന്നു നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ കാൽക്കുലേറ്റ് ചെയ്താൽ അതേ ഇന്റർമീഡിയറ്റ് ഗുഡിന്റെ ഫൈനൽ ഗുഡ് എന്തുണ്ട് ഈ ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിൽ കണ്ടില്ല ആ കെച്ചപ്പ് അതായത് ടൊമാറ്റോ നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്താൽ കെച്ചപ്പിലും ആ ടൊമാറ്റോ കൗണ്ട് ചെയ്യപ്പെടുന്നു സോ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിൻ്റെ നമ്മൾ കൗണ്ട് ചെയ്യില്ല നമ്മൾ ക്യാപിറ്റൽ ഉണ്ടാവുന്ന അതായത് മെഷീൻസിലെല്ലാം രീതിയിലുള്ള ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അടുത്തത് വേറെ രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ബൈ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഉണ്ടാക്കുന്ന എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ചില ഗുഡ്സ് കൺസ്യൂം ചെയ്യും ഗവൺമെന്റ് ചിലതിൽ ഇൻവെസ്റ്റ് ചെയ്യും ഗവൺമെന്റ് ചിലപ്പം റോഡ് ഉണ്ടാക്കും ഗവൺമെന്റ് ചില പ്രൊഡക്റ്റ് പ്രൈവറ്റ് കമ്പനികളുടെ അടുത്ത് നിന്ന് വാങ്ങും സോ ഗവൺമെന്റിനും എന്തുണ്ട് കൺസപ്ഷനും ഉണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട് സോ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൺസപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനെ നമ്മൾ GI എന്ന് വിളിക്കും പിന്നെ അതുപോലെ ഈ ഫേമിന് വേറെ രീതിയിലൊരു എക്സ്പെൻഡിച്ചർ റവന്യൂ കിട്ടാനുള്ള ഒരു വകുപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന എക്സ്പോർട്ട് റവന്യൂയിലൂടെ അവർക്ക് ഒരു ഇതില്ല അതിന് നമ്മൾ XI എന്ന് ഡിനോട്ട് ചെയ്യും അപ്പം 4 ഡിനോട്ട്സ് നമ്മൾ പറഞ്ഞു GI എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ II എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ CI എന്ന് പറഞ്ഞാൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ അപ്പോൾ
ഇതിൽ നിന്നെല്ലാം ഒരു ഫേമിന് കിട്ടുന്ന ടോട്ടൽ റവന്യൂവിനെ നമ്മൾ RV എന്ന് ഡിനോട്ട് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? CI അവർ വിൽക്കുന്ന ഗുഡ്സ് ആൻഡ് കൺസപ്ഷനിൽ അവർ നടത്തുന്ന എക്സ്പെൻഡിച്ചർ. ഈ ക്യാപിറ്റൽ മെഷീനെല്ലാം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ കൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങോളം. സോ CI പ്ലസ് I പിന്നെ ഏതാണ് എക്സ്പെൻഡിച്ചർ ഉള്ളത്? പിന്നെ GI, അതെ GI, അങ്ങനെ പിന്നെ XI കേട്ടോ. ഒരു ഫേമിന് ഇത്രയധികം എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചേഴ്സിലൂടെ റവന്യൂ കിട്ടുന്നുണ്ട്. ഇത് ഒരൊറ്റ ഫേമിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനെ ഞാൻ N ഫേമിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്താണ്? RVN അല്ലെങ്കിൽ RV എന്താണ്? സിഗ്മ I is equal to 1 to N ഫേംസിൻ്റെ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, അതുപോലെ N ഫേംസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അതുപോലെ N ഫേംസിൻ്റെ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, പ്ലസ് അതുപോലെ N ഫേംസിൻ്റെ ഇമ്പോർട്ടിലൂടെ അതിന് കിട്ടുന്ന എക്സ്പോർട്ടിലൂടെ അതിന് കിട്ടുന്ന എക്സ്പെൻഡിച്ചർ. സോ വി ഹാവ് റോട്ട് ലൈക്ക് ദിസ് വാട്ട് റവന്യൂ, അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂവിനെ കൺസപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ പ്ലസ് ദ റവന്യൂ ഏൺ ബൈ ട്രേഡിങ് അബ്രോഡ്. സോ ദാറ്റ് ഈസ് വാട്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിൻ്റെ ഇത്. ഇനി ഇതിന് നമ്മൾ ഇനി ഒരു കുറെ കൂടി എക്സ്പോർട്ടും ഇമ്പോർട്ടും കൂടിയും ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഇക്വേഷൻസ് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് C ഈസ് ഈക്വൽ ടു സിഗ്മ CI പ്ലസ് CM. നമുക്ക് എന്താണ് C എന്ന് പറയുന്നത്? അഗ്രിഗേറ്റ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്. അഗ്രിഗേറ്റ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ അതിൽ ഈ ഫേമിൻ്റെ CI ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചേഴ്സും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ മൊത്തത്തിലുള്ള ഇതിന് C എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. C എന്ന് പറയുന്നത് ഈ ഫേമിന് കിട്ടുന്ന കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് നമ്മുടെ ഇമ്പോർട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. നമ്മൾ ചെറിയ ഗുഡ് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുമല്ലോ, അതുപോലെ ഉണ്ടാകുന്ന കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ് ഈ CM എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ I എന്ന് പറയുമ്പോൾ സിഗ്മ I is equal to 1 to N II പ്ലസ് IM. നമുക്ക് ചില ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ടാകും, കാരണം ചില കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ചില ഇൻവെസ്റ്റ്മെന്റ്സ് നമുക്ക് ചില മെഷീൻസ് ഒന്നും ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കില്ല, അപ്പോൾ നമ്മളത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് പുറത്തുനിന്ന്. അപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ I എന്ന് പറയുന്നത് ഓരോ ഫേമിന് ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് പ്ലസ് ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചേഴ്സ്. അതുപോലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സിനെ നമുക്ക് ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും പിന്നെ ഇങ്ങനെ GML അല്ലേ GM ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറ്റിയിടുന്നു. സോ ഗവൺമെന്റിനും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ചില സംഗതികൾ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ചിലപ്പോൾ പുറത്ത് നടത്തേണ്ടി വരും. ചില ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ആവശ്യമായ ചില ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. ലൈക്ക് നമ്മുടെ ചില മെഷീൻസ് ആണെങ്കിൽ പോലും ഗവൺമെന്റ് പ്ലാന്റിലേക്കും എല്ലാം വേണ്ടിയിട്ടും ചില ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ് പുറത്തുനിന്ന് നടത്തും. സോ ഈ CIG. അപ്പോൾ ഇതിനെ ഈ ഇക്വേഷനെ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CIക്ക് പകരം ഓക്കെ അതിന് മുമ്പേ ഈ CIനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N CI എന്ന് വെച്ചാൽ എന്താ? C മൈനസ് CM അല്ലേ? ഈ C മൈനസ് CM. അതുപോലെ സിമിലർലി സിഗ്മ I എന്താണ്? I മൈനസ് IM. G എന്താണ്? G മൈനസ് GM. ഇവിടെ എല്ലാം 1 to N ഉണ്ട്. അപ്പം ഇതിനെ ജസ്റ്റ് മാത്തമാറ്റിക്കലി മാറ്റി എഴുതുന്നേ ഉള്ളൂ ഇത്. അപ്പം എന്നിട്ട് ഈ സാധനം നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. RVI ഈസ് ഈക്വൽ ടു C മൈനസ് CM പ്ലസ് I മൈനസ് IM പ്ലസ് G മൈനസ് GM പ്ലസ് സിഗ്മ ഈ XI നമ്മളൊന്നും ആക്കുന്നില്ലേ, സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N XI. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്താൻ പോവാണ്. C പ്ലസ് I പ്ലസ് G മൈനസ് CM മൈനസ് IM മൈനസ് GM പ്ലസ് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N XI. ഇതിനെ നമ്മൾ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ C പ്ലസ് I പ്ലസ് G ഈ പ്ലസ് സൈൻ ആയിട്ടുള്ള XI ഇപ്പുറം കൊണ്ടുവന്ന് പ്ലസ് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N XI. ഇനി എന്തല്ല ബാക്കിയുള്ളത്? ഈ
ഈ ടേം ബാക്കിയല്ല. അതിന് നമുക്ക് ഞാൻ മൈനസിങ് പുറത്തെടുത്തിട്ട് ഇങ്ങനെ ബ്രാക്കറ്റിൽ എഴുതാൻ പോവാണ്. ഈ CM പ്ലസ് IM പ്ലസ് GM. എന്താ ബ്രാക്കറ്റിൽ എടുക്കാൻ പറ്റുന്ന ഈ മൈനസ് ഇൻറ്റു മൈനസ് CM മൈനസ് CM, ഇവിടെ മൈനസ് IM, ഇവിടെ ആകുമ്പോൾ മൈനസ് CM. അപ്പോൾ ഇതിങ്ങനെ ഈ ടേമിനെ ഞാൻ മൈനസ് ഒറ്റയടിക്ക് പുറത്തെടുത്തിട്ട് ഇതിനെ പ്ലസ് ആക്കി എഴുതി. അങ്ങനെയാണ് ഇങ്ങനെ ആയത്. സോ ഈ സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n xi ഈസ് ഈക്വൽ ടു x എന്ന് നമ്മൾ സങ്കല്പിക്കുക. അതായത് ടോട്ടൽ നമ്മൾ എക്സ്പോർട്ട് നടത്തിയതിലൂടെ നമുക്ക് കിട്ടിയ ഇൻകത്തിനെ നമ്മൾ x ആയിട്ട് സങ്കല്പിച്ചു. അതുപോലെ ഈ CM പ്ലസ് IM പ്ലസ് GMനെ നമ്മൾ M ആയിട്ട് സങ്കല്പിച്ചു. അതായത് ഇത് ടോട്ടൽ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചേഴ്സ് ആയി. അത് കാരണം നമ്മൾ കൺസംഷനിൽ നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്തത്, ഗവൺമെന്റ് ഇമ്പോർട്ട് ചെയ്തത്. അങ്ങനെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എമ്മും ടോട്ടൽ എക്സ്പോർട്ടിലൂടെ നമുക്ക് കിട്ടിയ എക്സ്പെൻഡിച്ചർ എക്സും ആയി. സോ അങ്ങനെ ആകുമ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയായി മാറും? C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം. ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ ഇവിടെ മാറ്റി എഴുതാം. ഈ RV ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് സിഗ്മ RV എന്ന് പറയുന്ന സാധനം C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൺസപ്ഷൻ ഇൻവെസ്റ്റ്മെന്റ് എക്സ് മൈനസ് എം. ഇവിടെ എന്താണ് നമ്മളെ ടോട്ടൽ എക്സ്പോർട്ട് ചെയ്തതിലൂടെ നമുക്ക് കിട്ടിയ വരുമാനം എക്സ്, ഇമ്പോർട്ട് ചെയ്തതിലൂടെ നമുക്ക് കിട്ടിയത് എം. അങ്ങനെ RV ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം. സോ ഈ RV എന്ന് പറയുന്നത് സിഗ്മ RV ആണ്. മൊത്തത്തിലുള്ള ഈ നമ്മൾ നേരത്തെ RV എന്ന് പറയുന്നത് ith ഫേമിൻ്റെ RV ആയിരുന്നു. അപ്പോൾ ഇവിടെ RV എന്ന് പറയുമ്പോൾ I ഈസ് ഈക്വൽ ടു 1 to n എന്നുള്ളത് തന്നെ മൊത്തത്തിലുള്ള RVൻ്റെ, അതായത് റവന്യൂ ടേംസിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ മൊത്തത്തിലുള്ള എക്സ്പെൻഡിച്ചറിന് ഇതിനെ നമുക്ക് എന്താക്കാം, ഇത് തന്നെയാണ് നമ്മളെ GDP. സോ GDP ഈസ് ഈക്വൽ ടു എന്താ, സിഗ്മ RV I ഈസ് ഈക്വൽ ടു 1 to n ആണ് I. അപ്പോൾ എന്താണ് GDP ഈസ് ഈക്വൽ ടു C പ്ലസ് I പ്ലസ് G പ്ലസ് എക്സ് മൈനസ് എം. ഈ ഒരു ഫോർമൽ ഇക്വേഷൻസിലേക്ക് നമ്മളെത്തി. ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ നമുക്ക് കിട്ടിയ GDPയുടെ ഇക്വേഷൻ. C എന്ന് പറയുന്നത് ടോട്ടൽ കൺസപ്ഷൻ ആണ്, ഇൻക്ലൂഡിങ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇല്ലുള്ള. I എന്ന് പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, G എന്ന് പറയുന്നത് ടോട്ടൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, എക്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ടിലൂടെ നമുക്ക് കിട്ടിയ വരുമാനം, എം എന്ന് പറയുന്നത് ഇമ്പോർട്ടിലൂടെ നമുക്ക് ഉണ്ടായ ചെലവ്. സോ എക്സ് മൈനസ് എം. സോ ദിസ് ഇസ് വാട്ട് ദ GDP using expenditure method, C plus I plus G plus X minus M. So in this session we introduce an important topic called GDP, aggregate value of amount of goods and service produced in economy. ഒരു എക്കണോമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ടോട്ടൽ അഗ്രിഗേറ്റ് വാല്യൂ ആണ് GDP എന്ന് പറഞ്ഞു. GDP ഈസ് ഈക്വൽ ടു സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n GVAI, ഗ്രോസ് വാല്യൂ ആഡഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ദെൻ വി മൂവ് ഓൺ ടു എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിലൂടെ വീറ്റ് ആൻഡ് ഫാമറിൻ്റെയും എക്സ്പെൻഡിച്ചേഴ്സ് സെയിം ആണ് പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്തതിലൂടെ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വി മൂവ് ഓൺ ടു ദ ഫോർമൽ ഡെഫിനിഷൻസ്. വെൻ വി ട്രൈ ടു ഫോർമുലേറ്റ് ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, when we introduced this C, I, G and M and all, and we finally arrived at this equation GDP is equal to C plus I plus G plus X minus M. By this we are concluding this session. Study well. Thank you.